ഉണ്ട്. ഒന്നും വ്യത്യാസം വന്നിട്ടില്ല. ഉണ്ടല്ലേ. അസ്സലാമു അലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരോടും പറയാണ്, ഒരുപാട് ദിവസമായില്ലേ ഞാൻ വ്ളോഗ് ഇട്ടിട്ട്. എന്താ അറിയില്ല, ഒരു ദിവസം ഭയങ്കര ബിസിയായി, പിന്നെ ഭയങ്കര മടിയായി. ഇങ്ങനെ വല്ലപ്പോഴേ വരാറുള്ളൂ. അപ്പോൾ വിചാരിച്ചു ശരി എന്തായാലും റെസ്റ്റ് എടുത്തതല്ലേ, അപ്പോൾ 2-3 ദിവസം അങ്ങ് റെസ്റ്റ് എടുക്കാം. ആർക്കെങ്കിലുമൊക്കെ എന്നെ മിസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കാമല്ലോ. അപ്പോൾ നോക്കുമ്പോണ്ട് ജിനിത്ത് എന്താ വ്ളോഗ് ഇടാത്തതെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വന്നേക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ മിസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നുള്ളത് കേട്ടോ. അങ്ങനെ രാവിലെ എണിച്ചതും നമ്മുടെ ചായ പരിപാടിക്കൊക്കെ നിന്നിരിക്കുകയാണ് കേട്ടോ. വേഗം പോയി ചായ ഉണ്ടാക്കി ചായ കുടിച്ചു. ഞാൻ ഷോള് മാറ്റിയതായിരുന്നു കേട്ടോ പിന്നീട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വാഷിങ്ങിനൊക്കെ പോയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് നമ്മൾ ക്ലീൻ ചെയ്യാനും കാര്യങ്ങൾക്കും നിന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് സ്കൂളുണ്ടായിരുന്നില്ല. അപ്പോൾ സ്കൂളില്ലാത്ത ഈ ദിവസങ്ങളിലൊക്കെയാണ് എനിക്ക് കുറച്ച് സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായി ഇങ്ങനെ ഇലയടനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നു. ചക്കട ഉണ്ടാക്കി കൊടുത്തപ്പോൾ അന്ന് ചക്കട നമ്മുടെ അങ്ങോട്ടൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്, ഇവിടെ കാര്യമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്കിഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇലയട ഉണ്ടാക്കാമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഇലയട ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇങ്ങനെ സ്കൂളിലൊന്നും ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ നടക്കുള്ളൂ. പിന്നെ വൈകുന്നേരം പൊതുവേ എനിക്ക് ചായപ്പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര മടിയാട്ടോ. എനിക്കറിയില്ല, റെസ്റ്റൊക്കെ കഴിഞ്ഞ് എണിച്ച് ചായ മാത്രം കുടിച്ച് എണിച്ച് പോകുന്നൊരു സ്വഭാവമാണ്. ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വേഗം പോയി അടിച്ചു വാരലൊക്കെ ചെയ്തു. ഞാൻ നെയ്റ്റിയുടെ അടിയിൽ പാൻറ്റാണ് കേട്ടോ ഇടാറ്, അടിപ്പാവടയല്ല. അപ്പോൾ പെട്ടെന്ന് വെള്ളം അടിച്ചപ്പോൾ നിങ്ങൾ റോങ് ആയിട്ട് വിചാരിക്കരുത്, പാൻറ്റാണ് കേട്ടോ അത്. അപ്പോൾ എന്തായാലും ഇതാ ഇനി മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കണം. വേഗം പോയി മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി കമൻസ് ഉണ്ട്. 19-നാണ്. അപ്പോൾ കുറേ ദിവസമായി. എന്തായാലും ഉപ്പാക്കും ഉമ്മാക്കും ഇതുപോലത്തെ മരുമകളെ കിട്ടിയത് ഭയങ്കര ഭാഗ്യമാണ്. താങ്ക് യു സോ മച്ച്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരു സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. പലരും പറയാറുണ്ട് എൻ്റെ അടുത്ത്, ഇൻസ്റ്റയിലൊക്കെ വന്നിട്ട് ഒരുപാട് പേര് എൻ്റെ ഫാമിലിയിൽ ഇങ്ങനെയാണ്, എൻ്റെ അമ്മായിമ്മ ഇങ്ങനെയാണ്, മിണ്ടൂല, ഒരു വീട്ടിൽ ഞങ്ങൾ ഇരുന്നിട്ട് മുഖത്തോട് മുഖം നോക്കൂല, ഫുഡ് ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കൂല, അവർ വേറെ വയ്ക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്നോട് സംസാരിക്കാറുണ്ട്. അപ്പം ഞാൻ ആകെ അന്തം വിട്ടു പോകും, പഠിച്ചോനെ എന്ന്. പക്ഷെ ഭയങ്കര ഒരു ഇതാണ് അല്ലേ, ഒരു വീട്ടിലിരുന്നിട്ട് മിണ്ടാണ്ടിയും പറയാണ്ടി എങ്ങനെ സാധിക്കുക, എനിക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല. ഞാൻ ഇവിടെ 16-ാമത്തെ വയസ്സിൽ വന്നതാണ്. അന്ന് മുതലേ ഞങ്ങൾ ഒരുമിച്ച് കഴിക്കൽ, ഒരുമിച്ച് എന്താ പറയുക, ഇരുന്ന് വർത്താനം പറയും. ഞാൻ വ്ളോഗ് തുടങ്ങിയ പിന്നെയാണ് ഞാൻ അങ്ങനെ എല്ലാവരുടെയും കൂടെ ഇരുന്നിട്ട് കഴിക്കുന്നതെന്നുള്ളത് പലവർക്കും മനസ്സിലായത് വ്ളോഗിൽ കണ്ടിട്ട്. അന്ന് എന്നിട്ട് ആരൊക്കെയോ ഇങ്ങനെ ഉമ്മാൻ്റെ അടുത്ത് ഇങ്ങനെ മാമനാർ എന്നാട്ടോ ഇവിടെ പറയുക, അമ്മൂഷക്ക, ഫാദർ ഇൻ ലോ ഒക്കെ ഇല്ലേ, അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഇരുന്നിട്ടാണോ കഴിക്കുക എന്നുള്ളൊരു പഴയ ചിന്താഗതിയില്ലേ, അങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ പണ്ട് മുതലേ അങ്ങനെയാണ്, അതിലൊന്നും യാതൊരു പ്രശ്നമില്ല. എൻ്റെ വീട്ടിലാണ് പിന്നെയും ഞങ്ങൾ ഓരോരുത്തരും ഓരോ ടൈമിൽ കഴിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നിരുന്ന് അങ്ങനെ കഴിക്കില്ല. കാരണം സ്കൂളിട്ട് വന്നാൽ ഒന്ന് കഴിക്കും, പിന്നെ രാത്രി വേണമെന്നുണ്ടെങ്കിൽ കഴിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. തറവാട്ടിലാവുമ്പോൾ ആദ്യം കുട്ടികൾ സെക്ഷൻ, പിന്നെ ആണുങ്ങളുടെ സെക്ഷൻ, അത് കഴിഞ്ഞിട്ട് പെണ്ണുങ്ങളുടെ സെക്ഷൻ, ഇങ്ങനെയായിരുന്നു കേട്ടോ തറവാട്ടിൽ. കാരണം ഒത്തിരി മെമ്പേഴ്സ് ഉണ്ടല്ലോ. എൻ്റെ ഉപ്പാൻ്റെ വീട്ടിലും ഉമ്മാൻ്റെ വീട്ടിലും ഉണ്ട് കേട്ടോ കുറേ ആൾക്കാർ. അപ്പോൾ കമൻറ്റ് വായിച്ചതിൽ ഭയങ്കര സന്തോഷം എന്ന് പറയുന്നത്. താങ്ക് യു. ജിനി ഉടുത്തിരിക്കുന്ന ഫ്രോക്ക് എവിടെ നിന്നാണ് വാങ്ങിച്ചത്? ഞാൻ നെയ്റ്റിയാണോ, ഫ്രോക്ക് നെയ്റ്റിയാണോ, അതോ എനിക്കൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് അയച്ചു തന്നതാണ്. പേജ് ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു എന്തിനാ ബിഗ് പോട്ടിൽ കുക്ക് ചെയ്യുന്നത്, ഫിഷ് കറി ഉഷാറ്, വീട്ടിലെ പണികൾ ഒരുങ്ങിയാൽ തന്നെ മനസ്സിനൊരു സന്തോഷമാണ്. അതെ, ബിഗ് പോട്ടിൽ ഞാൻ പൊതുവേ എനിക്ക് വലിയ വലിയ പാത്രങ്ങളിൽ വെച്ചിട്ട് അത് ശീലമായി. പിന്നെ അങ്ങനെ ക്വാണ്ടിറ്റി നോക്കുമ്പോൾ ഇതാ കുഞ്ഞതിൽ കൊള്ളുവോ, വേണ്ട, എന്തിനാ റിസ്ക് എടുക്കുന്നത് എന്ന്. പിന്നെ എന്നെ സംസാരിക്കുന്ന ഒരാളും കൂടി ഉണ്ട്, അതും പൂച്ചയോട് നായ്ക്കളോടും പശുക്കളോടൊക്കെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ. ജിമ്മിന് പോകാൻ മടിയാണ്. അപ്പോൾ ഈ ഒരാഴ്ച എനിക്ക് ഫുൾ ഡേ പോകണം പറഞ്ഞിട്ട് വാശിയിലാണ്. ഇത്രയും ദിവസം ഞാൻ പോയിട്ടുണ്ട്, ഇനി നാളെയും ഇൻഷാല്ല പോകണം എന്ന് വീഡിയോ കാണാറുണ്ട്. കമൻറ്റ് ഇടാൻ മടിയാണ്, എഴുതണ്ടേ. 1.5 വർഷമായി മുടങ്ങാതെ കാണാറുണ്ട്. അയ്യോ പഠിച്ചോനെ, സൂപ്പർ വീഡിയോ ആണ്, ബോറടി
ബോറടിക്കാറില്ല എന്ന് പറയുന്നുണ്ട്. പഠിച്ച തമ്പുരാനെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും ഇന്ന് പുറത്ത് ഭയങ്കര നോയ്സ് ഉണ്ട് കേട്ടോ. അവിടെ എല്ലാവരും കത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ പണ്ട് ഞാൻ വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്യണതിന് മുമ്പ് എങ്ങനെയായിരുന്നു പറഞ്ഞാലേ 12 ആകുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന ഉടനെ എങ്ങനെയായിരുന്നു പറഞ്ഞാൽ രാവിലെ എണിച്ച് അടിച്ചു വാരൽ കഴിഞ്ഞ് വേഗം പോയി കുളിക്കും. അത് കഴിഞ്ഞ് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഉണ്ടാക്കും. പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ലഞ്ച് ഒരു 11 മണിയൊക്കെ ആകുമ്പോഴാണ് കുക്ക് ചെയ്യാൻ നിൽക്കുക. ആ ഒരു 12-12:30 ആകുമ്പോഴേക്കും കുക്കിംഗ് കഴിയും. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ലാത്തി അടിക്കും. അപ്പുറത്തന്നെ തറവാട് വീടുണ്ട്, അവിടുത്തെ മരുമക്കളും ഒക്കെ വന്ന്. ഇപ്പം അവരൊക്കെ വേറെ വേറെ ആയിട്ടോ. എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിച്ച് അതൊരു രസമായിരുന്നു കേട്ടോ അന്ന്. ഇപ്പോൾ പിന്നെ അങ്ങനെ ഇല്ല. ഞാൻ വ്ളോഗിൽ ബിസി ആയപ്പോൾ എനിക്ക് സംസാരിക്കാൻ വളരെ സമയം കുറവാണ്. എന്നാലും എനിക്ക് സമയം കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ പോയിരിക്കും. കാരണം എനിക്കത് ഭയങ്കര മിസ്സിങ് ആണ് കേട്ടോ, എല്ലാവരും കൂടെ ഇരുന്ന് കത്തി വെക്കുന്നത്. ഞാൻ ഒരുപാട് കത്തിയൊന്നും വെക്കൂല, പക്ഷെ അവർ പറയണൊക്കെ ഇങ്ങനെ കേട്ടിരിക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. ഈ പണ്ടുള്ളവർ പറയണ പോലെ കുനിഷ്ടും കുന്നായ്മയും എല്ലാം ഉണ്ടാവുമല്ലോ വീട്ടിലെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുമ്പോൾ. അപ്പം ഇന്ന് ഞാൻ നമ്മുടെ ഇലട ഉണ്ടാക്കാൻ വേണ്ടി ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. റിഹാൻ പോയി എനിക്ക് വാഴൻ്റെ ഇലയൊക്കെ വലിച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അയൻകുട്ടി ട്യൂഷൻ പോയി. ഒരു ചപ്പാത്തി ബാക്കി ഉണ്ടായിരുന്നു, അതും മീൻ കറിയും കഴിച്ചിട്ടാണ് അവൻ ട്യൂഷൻ പോയത് കേട്ടോ. ഇവിടെ ഇലടയിൽ കടലപ്പരിപ്പ് ചേർക്കും, പൊട്ടുകടലയില്ലേ അത് കേട്ടോ. അതൊന്ന് മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. കുറച്ച് പൊടിക്കാണ്ടിയും വേണം കേട്ടോ, ഒരുപാട് തരിയാക്കാൻ പാടില്ല. പിന്നെ ഇതാ പഞ്ചസാര മേടിച്ച് അതിനൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ശർക്കര അവിടെ ആവാനായിട്ടുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് തേങ്ങ ചിരവിയെടുക്കണം. ഞാനിവിടെ വലിയൊരു തേങ്ങ എടുക്കുന്നത്, അപ്പോൾ അത് തന്നെ ധാരാളം മതിയാവും. എൻ്റെയൊക്കെ അവിടെ ശർക്കരയും തേങ്ങയും മാത്രമാണ് കേട്ടോ ഇലടയിൽ ഇടാറുള്ളത്. ഇലട പൂവടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടാറുള്ളത്. ചിലയിടങ്ങളിൽ ഞാൻ ചക്ക ഇടുന്ന കണ്ടിട്ടുണ്ട്, പിന്നെ പഴം അതേപോലെ അവിലൊക്കെ ചേർത്ത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇതൊന്ന് കുറുക്കിയും കൂടി എടുക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു പാത്രത്തിലോട്ട് ഇങ്ങനെ ആക്കി കുക്കിംഗ് പോട്ടിലോട്ട് അരിച്ചെടുത്തു. ഒരു ഏലക്കായും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. തേങ്ങ ഇത്തിരി എടുത്തിട്ടുണ്ട്. നമുക്ക് തിളച്ചുകൊണ്ടിരിക്കണം നമ്മുടെ ശർക്കരയിലോട്ട് ഇതങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് കുറച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെ തേങ്ങ ഒന്ന് ശർക്കരയിൽ ഇട്ടിട്ട് ഒന്ന് വഴറ്റി എടുത്തു കഴിഞ്ഞാൽ കേട് വരില്ല കേട്ടോ. അത് അങ്ങനെ ഒരു ബെനിഫിറ്റും കൂടി ഉണ്ട് ഇതിന്. അപ്പോൾ ഞാനിതാ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കി കുറുക്കി എടുക്കണം. അപ്പുറത്തോട്ട് മാറ്റി വെക്കുകയാണ്, കാരണം നമുക്ക് മാവൊന്ന് റെഡിയാക്കണ്ടേ. അതിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാൻ ഈ വെള്ളം ഒന്ന് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ പത്തിരിപ്പൊടി തന്നെ എടുത്തിട്ടുള്ളത്. പത്തിരി ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കില്ലേ, ആ പൊടി. അതിലോട്ട് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ അതിൽ വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് സെറ്റാക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ചായ കുടിക്കില്ലെന്ന് ഇല്ല, ഞങ്ങൾ ആരും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ചായ കുടിക്കില്ല. രാവിലെ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ ചായ ഉണ്ടാക്കാറ് കേട്ടോ. അങ്ങനെ തേങ്ങയും ശർക്കരയും നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച കടല ഇതില്ലേ, പൊട്ടുകടല പരിപ്പ്, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പൊടിയാൻ പാടില്ല കേട്ടോ. എന്നാൽ കുറച്ച് പൊടിയും വേണം, കുറച്ച് തരിയൊക്കെ വേണം കേട്ടോ. അപ്പോൾ അതിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഈ ഒരു സാധനം ഉണ്ടല്ലോ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് ഉരുട്ടി കണ്ട് മിഠായിയൊക്കെ ആക്കി എടുക്കാം കേട്ടോ വേണമെങ്കിൽ. അപ്പോൾ എന്തായാലും ഇവിടെ മാവൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ആക്കി എടുക്കില്ലേ, അതുപോലെയാണ് കേട്ടോ ഞാൻ ആക്കി എടുക്കാറ്. ചില ആൾക്കാർ നല്ല ലൂസായിട്ട് പരത്തി എടുക്കാറുണ്ട്. ലൂസായിട്ട് ആക്കിയിട്ട് നമ്മുടെ ഇലയിൽ ഇങ്ങനെ പരത്തിയെടുക്കാറുണ്ട്. എനിക്ക് അതിനോട് വലിയ താല്പര്യം തോന്നിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെന്താണ്, പേരെന്താ ചോദിക്കുന്നുണ്ട്. മൂത്ത ആളുടെയും ഇലയാളുടെയും പേരെന്താണെന്നാണോ ചോദിക്കുന്നത്. വലിയ ആള് റിഹാൻ, ചെറിയ ആള് അയാൻ. അതന്നെയാണെന്ന് വിചാരിക്കണു കമന്റ് കേട്ടോ. പേരല്ല, കമന്റ് ഇട്ടത് പേര് ചോദിച്ചിട്ടാണ് എന്നാണ് വിചാരിക്കുന്നതെന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞു. കഴിഞ്ഞപ്പോൾ എൻ്റെ കുട്ടികളുടെ പേര് എന്താ ജിനിത്ത, നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുടെ പേര് അറിയില്ലേ എന്നുള്ള കമന്റ് ഒന്നും വേണ്ട. അപ്പം മെഷീനിൽ അഴുക്കൊക്കെ പോവാറുണ്ട്. ഒരുപാട് ഡ്രസ്സ് ഇട്ട് കുത്തി നിറയ്ക്കാണ്ടിരുന്നാൽ മതി. പിന്നെ വെള്ളയൊക്കെ നമുക്ക് സ്പെഷ്യൽ വാഷൊക്കെ ഉണ്ട്. കൊളറിൻ്റെ അവിടെയൊക്കെ ചളി ഉണ്ടെങ്കിൽ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് കശക്കിയിട്ട് ഇടുക, അത്രയൊക്കെ തന്നെ. ഓക്കെ, എന്നെപ്പോലെ തിരുമ്പാൻ മടിച്ചികളും കുറേ പേരുണ്ട് എന്ന്, അവർക്കൊക്കെ വേണ്ടിയിട്ടല്ലേ ഈ മെഷീൻ. പിന്നെ ഡിഷ് വാഷർ യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, അതൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ലല്ലോ, അപ്പം മെഷീനെങ്കിലും യൂസ് ചെയ്യണ്ടേ. അപ്പോൾ ഞാനിവിടെ ഇലട റെഡിയാക്കിയിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്. ഇനി കുറച്ചും കൂടെ ആക്കിയെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും ആക്കിയ ശേഷമാണ് ഞാനിവിടെ കത്തിക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. 10 മണി, 9:30-10 മണി അതിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തത് കേട്ടോ, കഴിച്ചത്.
പിന്നെ ജിനി സ്റ്റൗവിൻ്റെ അടുത്തുള്ള ഫ്ലവറിൽ എണ്ണ പുക ഉണ്ടാകുമോ? ആ, എണ്ണയൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ അത് ഉരുകാൻ ചാൻസ് ഉണ്ട്. ഞാൻ വീഡിയോക്ക് വേണ്ടി മേടിക്കുന്ന ഫ്ലവേഴ്സാണ്. അത് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ എടുത്ത് മാറ്റും ചെയ്യും കേട്ടോ. അത് വേറെ ഒന്നിനും മേടിക്കുന്നതല്ല, ഇവിടെ വെക്കാൻ വേണ്ടിയിട്ട് മേടിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് അത് കേട് വന്നാലും എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നാറില്ല കേട്ടോ. പിന്നെ മീൻ കറി ചട്ടിയിൽ വെക്കുന്നതല്ലേ നല്ല. അതേ, ഇന്നലെ ഉണ്ടല്ലോ, ഇന്നലെ ഞാൻ മീൻ കറി 2 ദിവസത്തിനാണ് വെച്ചത്. 2 ദിവസത്തിന് വെക്കാനുള്ള ചട്ടി എൻ്റെ കയ്യിലില്ല. അതുകൊണ്ടാണ് ഞാൻ ആ വലിയ ചട്ടിയിൽ വെച്ചത്. അതിൽ വെച്ചിട്ട് നമ്മൾ കഴിച്ചിട്ട് ബാക്കി അങ്ങനെ മാറ്റും ചെയ്യും കേട്ടോ. അതിൽ തന്നെ വെക്കാറില്ല. മീനിന് ഗ്രേവി കൂടുതലാണ്. ഇവിടെ നിറയെ മീനൊന്നും ഇട്ടിട്ട് മീൻ കറി വേണമെന്നൊന്നുമില്ല. മീനിൻ്റെ മണക്കും മതി. എല്ലാവർക്കും വറുത്ത കഷ്ണങ്ങളാണ് ഇഷ്ടം. ഉപ്പാക്കൊക്കെയാണ് കറിയത്ത മീൻ ഇഷ്ടം. എനിക്ക് അയിലയാണെങ്കിൽ കറിയത്ത മീൻ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. വേറെ എന്തെങ്കിലുമൊക്കെയാണ്, മുളകിട്ടതാണെങ്കിൽ എനിക്ക് ഇഷ്ടമാണ്. കറിയിൽ തേങ്ങ അരച്ച കറിയിലത്തെ മീൻ വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. പിന്നെ ഗ്യാസിൻ്റെ അടുത്ത് വയ്ക്കുന്ന ഫ്ലവർ ചൂടാവുകയില്ലേ എന്ന് വേറെ ഊട്ടിയും ഭയങ്കര ടെൻഷനോട് കൂടി ചോദിക്കുന്നുണ്ട്. ചൂടാവും, ചിലപ്പോൾ കേടുവരും. അപ്പോൾ നമ്മളെടുത്ത് മാറ്റണം. ഞാൻ ഇതിന് വേണ്ടിയിട്ട് മേടിക്കുന്ന ഫ്ലവേഴ്സ് തന്നെയാണ് അത്. ഇതിന് മുമ്പ് ഉണ്ടായിരുന്നതൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു. ഇനിയിപ്പോൾ ഇതും കേടുവരാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത് കളയും. നമ്മൾ വീഡിയോക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ അത്. പിന്നെ നിങ്ങൾ ഡെയിലി ഫിഷ് വാങ്ങാറാണോ എന്ന് ചോദിക്കുന്നു. ഇല്ല, ഞാൻ ഡെയിലി ഒന്നും മേടിക്കാറില്ല. എപ്പോഴെങ്കിലുമൊക്കെ തന്നെ ഫിഷ് മേടിക്കാറുള്ളൂ. ഇനിയിപ്പോൾ നോൺ വെജ് കുറച്ച് കമ്മിയാണ്. ഇവിടെ എന്നൊന്നും ഹോർലിക്സ് കൊടുക്കാറില്ല. രണ്ടാൾക്കും വല്ലപ്പോഴും കൊടുക്കാതിരിക്കാറ്. ഇപ്പോൾ ഒരു ദിവസം കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം അതും കഴിഞ്ഞിട്ടൊക്കെയാണ് കുടിക്കാറുള്ളത് കേട്ടോ. പിന്നെന്താണ്, ഇതാ ഇല അടയൊക്കെ ആയിട്ടുണ്ട്. ഞാനിതാ സെർവ് ചെയ്തെടുക്കുകയാണ്. നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അന്ന് ചക്കയുടെ ഉണ്ടാക്കിയപ്പോൾ എത്ര സമയം വെച്ചെന്നറിയോ? അതെന്താ വേവാത്തതെന്ന് ഒരു ഐഡിയ ഇല്ല. ആർക്കെങ്കിലും അറിയോ ചക്കയുടെ എങ്ങനെയാണ് പെട്ടെന്ന് വെന്ത് കിട്ടുക എന്നുള്ളത്? ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞിട്ട് കർണാടകയിൽ നിന്ന് നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ട്. പാത്രം കഴുകുമ്പോൾ കൂടെ ഒന്നും ഞാൻ വെക്കാറില്ല. ആ സൈഡിൽ ഞാനിങ്ങനെ ചെരിച്ച് വയ്ക്കും. അത് പാത്രം കഴുകി കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത് പാത്രങ്ങൾ വെക്കണ ഒരു ഭാഗമുണ്ട്, അവിടെ വെക്കും. അത്ര തന്നെ, അല്ലാണ്ട് കൂടെ ഒന്നും വെക്കാറില്ല. പിന്നെ കുറച്ച് പ്ലേറ്റും അങ്ങനത്തെ പ്ലേറ്റല്ല, സ്പൂണും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാൻഡിലും വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെ കൂടെ വെച്ചാൽ പിന്നെ ആ കൂടെ വെക്കാനൊരു സ്ഥലം വേണം. അപ്പോൾ പിന്നെ ഞാൻ കൂടെ ഒന്നും എടുത്തിട്ടില്ല. ഇവിടെ ഞാൻ പരിപ്പ് കണ്ടിട്ടില്ല. അങ്ങനെ ഞങ്ങൾ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും അതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും സംസാരിച്ചിട്ടാണ് കേട്ടോ ആ ഫുഡ് കഴിക്കാറുള്ളത്. നല്ലത് പറയും, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതും പറയാറുണ്ട് കേട്ടോ. പണ്ടൊന്നും മിസ്റ്റേക്ക് ഒന്നും പറയാറില്ല. കാരണം കുക്കിംഗ് പഠിച്ചു വരുന്ന സമയമല്ലേ. ഇപ്പോൾ കുക്കിങ്ങിൽ എക്സ്പേർട്ട് ആയതുകൊണ്ട്, ഭയങ്കര എക്സ്പേർട്ട് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ചെറിയ മിസ്റ്റേക്ക് കാണുമ്പോൾ അത് പറയും, തിരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും ഇതാ ഞാൻ ചായ ഒന്ന് വെച്ചെടുക്കുന്നുണ്ട്. പിന്നെ മീനിൽ പെട്ടെന്ന് ഐസ് പോകാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് വെച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. ഞാൻ മനഃപൂർവ്വം ചെയ്യാത്തതാണ്. കാരണം ബലമുള്ള മീൻ നന്നാക്കാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ പെട്ടെന്ന് അത് നന്നാക്കിയ ശേഷം വേണമെങ്കിൽ ഉപ്പിട്ട് വെക്കാമെന്ന് മാത്രം. ഞാൻ ഫസ്റ്റ് തന്നെ ഉപ്പൊന്നും ഇട്ട് വെക്കാറില്ല കേട്ടോ. ഐസോടുകൂടി ബലം ഉണ്ടാവും മീൻ. അപ്പോൾ അത് വേഗം കഴുകിയെടുക്കാനും നന്നാക്കാനും മുറിക്കാനും ഒക്കെ എളുപ്പമായിരിക്കും കേട്ടോ. പിന്നെ വീഡിയോ ആരാ എടുക്കുന്നത്? ബെസ്റ്റ് ചോദ്യം. വീഡിയോ ഒക്കെ ഉണ്ടല്ലോ ട്രൈപോഡിൽ വെച്ചിട്ട് എടുക്കുകയാണ് മുത്തേ. ആരും എടുത്തു തരാനൊന്നുമില്ല. പിന്നെ ചില ഷോർട്ട് വീഡിയോസ്, പ്രൊമോഷൻ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്തു തരാൻ ആളുണ്ട് കേട്ടോ. മറ്റേത് ഞാൻ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. ഡെയിലി വ്ളോഗ്. എൻ്റെ പൊതിച്ചോറ് കണ്ടിട്ടാണ് കേട്ടോ ചോദിക്കുന്നത് ആ വീഡിയോ ആരാ എടുത്തുന്നത്. വീഡിയോ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഒരു ബ്രദറും കൂടിയാണ്. അപ്പോൾ അവന് വന്നിട്ട് എടുത്തു തരും. പിന്നെ അവൻ തന്നെ എനിക്ക് എഡിറ്റും ചെയ്തു തരും. ഞാൻ എനിക്ക് സ്പെഷ്യൽ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവനെ വിളിക്കാറാണ്. അങ്ങനെ ചായ റെഡി ആയിട്ടുണ്ട്. ചായ എല്ലാം കുടിച്ചെടുത്ത ശേഷം നമ്മൾ വേഗം പോയി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. പിന്നെ ലോങ് വീഡിയോ ഇടാറില്ലേ? ഇന്നുണ്ടാവും കേട്ടോ. എഡിറ്റ് ചെയ്യുന്ന ആപ്പ് ചോദിക്കുന്നുണ്ട്. ഞാൻ ക്യാപ് കട്ടിൽ എൻ്റെ ഫ്രണ്ട് വരുമ്പോൾ അവന് എടുക്കുന്ന വീഡിയോ അവന് ക്യാപ് കട്ടിലാണ് എഡിറ്റ് ചെയ്യാറ്. എനിക്ക് VN യൂസ് ചെയ്തിട്ട് അതാണ്
ശീലമായിട്ടുള്ളത് കേട്ടോ. ക്യാപ്കട്ടിൽ ഞാൻ വല്ലപ്പോഴൊക്കെ എഡിറ്റ് ചെയ്യാറുണ്ട്. ഒരു ദിവസം എത്ര പാല് യൂസ് ചെയ്യുമെന്നാണോ വേറൊരു കമൻറ്റ് വന്നിട്ടുണ്ട്. അത് വല്ലാത്തൊരു വായിക്കാൻ കിട്ടുന്നില്ല കേട്ടോ. നിങ്ങൾ എഴുതുമ്പോൾ ശരിക്കും എഴുതണേ, കമൻറ്റ് എന്തായാലും ഇടണം കേട്ടോ. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഞായറാഴ്ച മാത്രം 100 രൂപയ്ക്ക് പാല് മേടിക്കും, ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ അങ്ങനെ 60 രൂപയ്ക്കാണ് കേട്ടോ പാല് മേടിക്കുന്നത്. അപ്പോൾ കുറച്ച് മത്തി ഇരിക്കുന്നുണ്ടായിരുന്നു, മസാല തേച്ച് വെച്ചതായിരുന്നു. അത് വെച്ചിട്ട് ഞാൻ ഇന്ന് വേറൊരു ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് ആ ഐറ്റം മാത്രമല്ല, നേരത്തെ നമ്മൾ കണ്ടില്ലേ ഒരു പൊതിച്ചോറ്, അതിലേക്ക് വേണ്ട എല്ലാ ഐറ്റം ഉണ്ടാക്കണം വിചാരിച്ചാണ്. പൊതിച്ചോറ് കഴിക്കാൻ ഇങ്ങനെ കൊതിയായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ മത്തിയൊക്കെ മസാല തേച്ച് വെച്ചത് ഞാൻ ഇതിലോട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. ഇത്രയും എണ്ണ ഒഴിച്ചാൽ കുഴപ്പമില്ല, കാരണം നമുക്ക് ഇനി ഇതിൽ മസാലയൊക്കെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ മത്തിയുടെ മസാലയിൽ ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, നാരങ്ങയുടെ നീര്, ഇത്രയും മസാല ആക്കിയിട്ടാണ് ഞാനിത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. പിന്നെ ഈ സ്പൂൺ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഞാൻ പതുക്കെയാണ് യൂസ് ചെയ്യണത്, താഴെക്കൂടെ അങ്ങനെ വരഞ്ഞിട്ട് യൂസ് ചെയ്യണില്ല കേട്ടോ. അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എൻ്റെ പാത്രങ്ങളൊക്കെ പെട്ടെന്ന് കേട് വരാറുണ്ട്, കാരണം ഭയങ്കര യൂസേജ് അല്ലേ എനിക്ക് പാത്രങ്ങളിൽ. അപ്പോൾ ഞാനിതാ വേഗം മത്തിയൊക്കെ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് നമുക്ക് ചെറിയുള്ളി, വലിയുള്ളിയും, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, ഇങ്ങനത്തെയൊക്കെ ഐറ്റംസുകളൊക്കെ വേണം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെല്ലാം ഒന്ന് നന്നാക്കി വെച്ചിട്ടുണ്ട്, അതിലോട്ട് ഇട്ട് കൊടുത്തു. സെയിം ഓയിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മത്തി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വാടിയ ശേഷം 1 സ്പൂണ് നമ്മൾ കാശ്മീരി ചില്ലി പൗഡറും 1/2 സ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂണ്, അതുപോലെ ഒരു വലിയ തക്കാളി 2 എണ്ണം, ചെറുതാണെങ്കിൽ 2 എണ്ണം എടുത്തോ. അപ്പോൾ അതും കൂടെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും നന്നായിട്ട് അങ്ങ് ഇളക്കിയെടുക്കണം. നമ്മൾ മസാല കൂട്ടിയ മീനിൻ്റെ പാത്രം ജസ്റ്റ് ഒന്ന് ചുഴറ്റിയെടുത്ത് ആ മസാലയും കൂടി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അടച്ച് വെച്ചിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നാരങ്ങയുടെ നീരോ അല്ലെങ്കിൽ ഇച്ചിരി വിനീഗറോ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി നമുക്ക് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ വാഴയിലയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാം. ഞാൻ എന്തായാലും ഇങ്ങനെ തന്നെ അങ്ങ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഫിഷ് റോസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇതിന്. അപ്പോൾ ഞാനിതാ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് അടച്ചും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും വരട്ടെ കേട്ടോ. മസാല മീനിൻ്റെയൊക്കെ എല്ലാ ഭാഗത്തും നന്നായിട്ട് വന്ന ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ടുണ്ട്. വീണ്ടും നന്നായി ഇളക്കിയെടുക്കണം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് അടച്ച് വയ്ക്കുക. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെ നമുക്കിതിങ്ങനെ കുക്ക് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അതേപോലെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി, കുത്തി ഇളക്കണ്ട. അതിൻ്റെ മസാലയൊക്കെ ഇങ്ങനെ അതിൻ്റെ മുകളിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. ചോറിൽ ഇത് മാത്രം ഉണ്ടെങ്കിൽ തന്നെ മതിയാവും, വേറെ കറികളൊന്നും ആവശ്യമില്ല കേട്ടോ. എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട്, സംഭവം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പൊതിച്ചോറിൽ ഇങ്ങനെ വെച്ച് കെട്ടാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഒന്ന് ഞാനതാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോഴത്തേക്ക് അയൻകുട്ടി ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അവന് അടയൊക്കെ കഴിച്ചതിൻ്റെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. പാത്രം എല്ലാം ഒന്നുമില്ല, അതിനെ കയ്യിൽ നിന്ന് വീഴാൻ പോയപ്പോൾ ആകെ ആൾ ടെൻഷനായി. ഞാൻ പറഞ്ഞു നീ വെറുതെ അവിടെ കഴുകി വെച്ചാൽ മതി, ഞാൻ പിന്നീട് കഴുകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പറഞ്ഞു. കാരണം കഴുകാൻ വന്ന ആളെ ഞാൻ കഴുകണ്ട പറഞ്ഞിട്ട് പറഞ്ഞേക്കുന്നില്ല പറഞ്ഞിട്ടാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചുഴറ്റി വെച്ചാൽ മതി എന്ന് പറഞ്ഞത്. ചുഴറ്റുകയെന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അല്ലേ, അവനോട് പറഞ്ഞാൽ അവനക്ക് മനസ്സിലാവാറില്ല കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ബീഫാണ് കേട്ടോ ഉണ്ടാക്കിയ ബീഫ് കറി. വെളിച്ചെണ്ണയിലോട്ട് ഉലുവയും വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ ഇട്ട് കൊടുത്താൽ നല്ലൊരു മണമാണ്. പിന്നെ വലിയുള്ളിയും ഒരു 8-10 ചെറിയുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഇട്ടിട്ട് ഇത് പെട്ടെന്നൊന്നും വഴറ്റിയെടുക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തോ. പിന്നെ ഒരു തക്കാളിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി ഞാനിവിടെ 2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡറാണ്. കുരുമുളക് പൊടി ഒരു 3/4 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടിയാണ് കേട്ടോ വേണ്ടത്. ഏകദേശം 1.5 സ്പൂണും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഗരം മസാലയും ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു 1/2 സ്പൂണോളം ഗരം മസാലയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്ത ശേഷം ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 വലിയ സ്പൂണും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ട് ഇളക്കിയെടുക്കണേ. ഇനിയിപ്പോൾ ഇത് മസാലയുടെ പച്ചമണമൊക്കെ മാറട്ടെ. അപ്പോഴത്തേക്കും ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച ഏകദേശം 1 കിലോ ബീഫ് ഉണ്ട് കേട്ടോ. അതും കൂടെ ഇതിലോട്ട് അങ്ങ് ചേർത്തി കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി എല്ലാവിടെയും മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് വേണം നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാനും. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ, കാരണം ബീഫ് തന്നെ വെള്ളം വരും. അപ്പോൾ ഞാനിതാ വേഗം ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 2 വിസിലും
ലോ ഫ്ലെയിമിൽ ഒരു 4 വിസിലും കൂടെ എടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഒരു ദിവസം ഫ്രീസറിൽ വെച്ചാലും ബീഫിൻ്റെ വേവിൽ വ്യത്യാസം ഉണ്ടാവും അത്രേ. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. വിസിലൊക്കെ വന്ന ശേഷം വെന്ത ശേഷം ഞാനിതാ ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. മൺചട്ടി ബിസി ചെയ്യുന്നു, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ തന്നെ വെച്ചത്. എനിക്ക് പൊതുവേ മൺചട്ടിയിലാണ് ഇഷ്ടം, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മളിതാ വേഗം നന്നായിട്ട് അങ്ങ് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതിലോട്ട് കുറച്ച് പച്ചമുളക് കീറിയതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ ഡ്രൈ ആക്കി എടുത്താലുണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലായിരിക്കും. പക്ഷേ ഇന്ന് എനിക്ക് ബീഫ് കറി മതി, കാരണം ഈവനിങ് പൊറോട്ട മേടിക്കാനാണ്. അപ്പോൾ ബീഫ് കറി റെഡി ആയിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. പലരും പറയും അടുപ്പിൽ മൺചട്ടിയിലൊക്കെ വെക്കണമെന്ന്. ശരിയൊക്കെ തന്നെയാണ്, ഇല്ലാത്തവർ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോട്ടേന്ന്. ഇല്ലാത്തവരെല്ലാം മടിയുള്ളവർ എന്നെപ്പോലെ അല്ലേ. അപ്പോൾ ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുകയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 സ്പൂൺ കുരുമുളക് പൊടി, 1.5 സ്പൂണോളം ചിക്കൻ മസാല, അല്ലെങ്കിൽ 1 സ്പൂൺ ഗരം മസാല, ഉപ്പ്, നമ്മുടെ സോയാ സോസ്, ടൊമാറ്റോ സോസ്, അതുപോലെ ഷെസ്വാൻ സോസ് കുറച്ച്, പിന്നെ കുറച്ച് കറിവേപ്പില അല്ലെങ്കിൽ മല്ലിയില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് ആക്കി എടുക്കുക. കുറച്ച് നാരങ്ങയുടെ നീരും വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സംഗതി സെറ്റ് ആയിട്ടുണ്ട്. ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചോളൂ കേട്ടോ നമ്മുടെ മസാലയിലോട്ട്. പിന്നെ ചിക്കൻ ആക്കിയിട്ട് വെച്ച ശേഷം നന്നായിട്ട് അങ്ങ് മസാല തേച്ച് പിടിപ്പിക്കുക കേട്ടോ. കുറച്ച് സമയം മതി, കാരണം സോയാ സോസും ഷെസ്വാൻ സോസും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മസാലയൊക്കെ ചിക്കനിലോട്ട് പിടിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അതെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കണത്. അടച്ച് വെക്കുന്നുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞത് നമുക്കിത് പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മളിതാ വീണ്ടും പെട്ടെന്ന് അതൊക്കെ പൊരിച്ചെടുത്തു. പിന്നെ എല്ലാവർക്കും ചോറൊക്കെ കൊടുത്ത ശേഷമാണ് കേട്ടോ ഞാൻ എൻ്റെ പൊതിച്ചോറൊക്കെ കെട്ടി കഴിച്ചത്. ബീഫൊക്കെ ഉള്ളതുകൊണ്ട് പൊതിച്ചോറ് ഉമ്മയും ഉപ്പയും കഴിക്കില്ല. അവർക്ക് പിന്നെ ബീഫൊന്നും ഇല്ലാത്ത പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ പിന്നെ ഒരു വീഡിയോ നമുക്ക് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യണമായിരുന്നു. അപ്പം ഞാൻ ആ ഒരു വീഡിയോ ഇതിലും കാണിക്കുന്നു എന്ന് മാത്രം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ പൊതിച്ചോറ് ഉണ്ടാക്കിയത് ഇൻസ്റ്റയിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉണ്ടാക്കിയെങ്കിൽ നിങ്ങളെയും കൂടി ഒന്ന് കൊതിപ്പിക്കണ്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ FBയിലും യൂട്യൂബിലും കൂടി ഇടാമെന്ന് വിചാരിച്ച്. അങ്ങനെ ലാസ്റ്റായിട്ട് ഞാൻ ഇച്ചിരി കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഒന്ന് ഇട്ടിട്ട് നമ്മുടെ ചിക്കനും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണ്, അതേപോലെ FBയിൽ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു എഗ് റൈസിൻ്റെ മസാല. അതിൽ ഒരുപാട് ഇല്ല കേട്ടോ, കാണുമ്പോൾ തോന്നുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് അതിൻ്റെ പകുതി എടുക്കണമെങ്കിൽ അതിൻ്റെ പകുതി എടുക്കാം. ഇവരുടെ സ്കൂളിൽ നോൺ വെജ് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. വല്ലപ്പോഴും കേക്കൊക്കെ ആക്കി കൊടുക്കാറുണ്ട്. കുട്ടികളൊക്കെ ചിക്കനും ഇതൊക്കെ കൊണ്ടുവരുന്നുണ്ടാവും. പിന്നെ ചായ വെക്കുമ്പോൾ ഒട്ടും പാലൊഴിക്കില്ലേ ചോദിക്കുന്നുണ്ട്. ഒഴിക്കും കുറച്ച്, പക്ഷെ ചായ വെക്കുമ്പോൾ ഒട്ടും വെള്ളം ഒഴിക്കില്ലേ എന്നാണ് ചോദിക്കുന്നത്. സോറി, കമൻറ്റ് മാറിപ്പോയി. അപ്പോൾ വെള്ളം നമ്മൾ കുറച്ച് ഒഴിക്കും, ഒരുപാട് ഒഴിക്കില്ല. പാലാണ് ഒത്തിരി മുന്തി നിൽക്കുക കേട്ടോ. എനിക്കും ജീനിതാടെ വീഡിയോ നല്ല ഇഷ്ടമാണ്, താങ്ക് യു സോ മച്ച്. എന്നും ഫുള്ളായി കാണുമെന്നൊക്കെ പറയുന്നുണ്ട്. ടെന്നീസ് എൽബോക്ക് ഹോമിയോ മെഡിസിൻ നല്ലതാണെന്ന് പറയുന്നുണ്ട്. ഒന്ന് നോക്കണം കേട്ടോ എന്നാൽ. അപ്പോൾ ഞാൻ വേഗം പോയി പാത്രമൊക്കെ കഴുകി ഇതാ തുടച്ചെടുക്കുകയാണ്. ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് ടേബിളിലോട്ട് വെച്ച് സെറ്റാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അവർ കഴിച്ച് കഴിഞ്ഞിട്ട് ആ പാത്രം കഴുകി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പോയത്. അടുക്കളയിൽ ഇങ്ങനെ പാത്രം കുമിഞ്ഞു കൂടി നിൽക്കുന്നത് നമുക്കിഷ്ടമല്ലാത്ത പരിപാടിയാണ്. പിന്നെ സൂപ്പർ വീഡിയോ അത് കണ്ണിൽ കൊത്തും എന്നാണ് ഞാനും കേട്ടിട്ടുള്ളത്, പച്ചില പാമ്പിലെ. അപ്പോൾ ഇത് കഴിക്കണുണ്ടിട്ട് എന്നെ കൊതിയായവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്തായാലും ഞാൻ ആ വീഡിയോക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിലും ഇത് ഫുള്ളൊന്നും ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. എൻ്റെ കൂടെ ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയും കൂടി ഉണ്ട്, അവരും കൂടി കഴിച്ചതാണ് കേട്ടോ. അപ്പോൾ ക്യാബേജ് ഉപ്പേരി വെച്ച് കൊടുത്തു. പിന്നെ നല്ല ചിക്കൻ ഫ്രൈ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ്, മത്തി റോസ്റ്റ്. അപ്പോൾ കുറച്ച് മത്തി റോസ്റ്റ് ഇങ്ങനെ എടുക്കുക, നമ്മുടെ ഇലയിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ആവി പറക്കണ ബീഫില്ലേ അതും കൂടെ ഒന്ന് തുറക്കുക. ആവി പറക്കണുണ്ടോ, ഇതും കൂടെ എടുത്തിട്ട് നമ്മൾ ഇലയിൽ ഒരു സൈഡിലാക്കി കൊടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ മീൻ കറി വെച്ച് കൊടുത്താലും മതി ഇതിന് പകരം. പക്ഷേ ബീഫ് കറി ഉണ്ടാക്കുമ്പോൾ എന്ത് മീൻ കറി എന്ന് ചോദിക്കുന്നവരല്ലേ നമ്മളൊക്കെ. അപ്പോൾ ഞാൻ കുറച്ച് ബീഫ് കറി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ എഗ്ഗ് വെക്കുന്നുണ്ട് കേട്ടോ. എഗ്ഗ് പുഴുങ്ങിയതാണ് വെച്ച് കൊടുക്കുന്നത്. ഓംലേറ്റാണ് എല്ലാവരും വെച്ച് കൊടുക്കാറ്. ഞാനിവിടെ പുഴുങ്ങിയത് വെച്ച് കൊടുത്തു. ചമ്മന്തിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചമ്മന്തി ഇട്ട് കൊടുത്തിട്ടില്ല, അച്ചാറും ചേർത്തി കൊടുക്കുന്നുണ്ട്, കരിനെല്ലിക്ക അച്ചാറും എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പൊതിച്ചോറ് ഇവിടെ റെഡി. ഇതങ്ങ് പൊതി കെട്ടി, എനിക്ക് പൊതി കെട്ടാനൊന്നും അറിയില്ല, എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തൊരു പൊതി അങ്ങ് കെട്ടി വെച്ചിട്ടുണ്ട് ഞാനിവിടെ.
ഇനി നമുക്കിതൊരു 10-15 ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം. പക്ഷെ ഞാൻ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞത് ഓപ്പൺ ആക്കി. കാരണം ഉച്ചയ്ക്കൊന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇരുന്ന് കഴിക്കണം. ശരിക്കും പറഞ്ഞാൽ കുറച്ചധികം നേരം നമ്മളിതിങ്ങനെ വെക്കണം കേട്ടോ. അപ്പോൾ മണത്ത് നോക്കുകയാണ്, ഭയങ്കര മണമുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷമായി അത് കണ്ടപ്പോൾ. ഇനി ഇരുന്ന് ഫുഡ് അടിക്കുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്താണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഞാനിതാ ഓരോന്നും എടുത്തിട്ട് വെച്ചിട്ട് വലിയൊരു ഉരുള ഇങ്ങനെ വായിലിട്ടപ്പോൾ ഉണ്ടല്ലോ, വായിൽ കൊള്ളുന്നില്ല. പൊതുവേ ഇത്രയും വലിയ വായൊന്നും ഞാൻ കഴിക്കാറില്ല, ശരിക്കും വായിൽ കൊള്ളുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ കഴിച്ചപ്പോൾ എനിക്ക് അന്നമ്മനെയാണ് ഓർമ്മ വന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലും FB പേജും ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനി എന്നും ഇങ്ങനെ നിന്നടിച്ച് വരേണ്ട ചില വീഡിയോസോ ചില ദിവസങ്ങളൊന്നും ഉണ്ടാവുള്ളൂ എനിക്ക്. കാരണം നമ്മുടെ പ്ലാവിനെ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. കാരണം അത് ഫുള്ള് പോട് വന്നിട്ട് കമ്പൊക്കെ മുറിഞ്ഞു വീണിട്ട് ആകെ അതവിടെ പോയപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നുക കേട്ടോ. 30 വർഷത്തോളം ആയിത്രേ അത് നമ്മുടെ കോമ്പൗണ്ടിൽ 30 വർഷം ആയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭയങ്കര സങ്കടമൊക്കെ ആയി. എന്തായാലും ഇനിയിപ്പോൾ വേറെ നിവൃത്തിയില്ലല്ലേ. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.